ഒക്കെ ഇങ്ങനെ 3-4 ദിവസം ഒന്ന് ക്യാമ്പ് ചെയ്യാൻ തയ്യാറാകുമോ? ഇങ്ങനെയൊക്കെ ഒരുപാട് ആശങ്കകൾക്കിടയിലാണ് നമ്മുടെ ക്യാമ്പ് എന്നുള്ള സംവിധാനം വരാൻ പോകുന്നത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം എന്ന് പറയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു കാര്യം തീരുമാനിച്ചാൽ ഇനി 33,000 3 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാമ്പ് നടത്തണമെന്ന് സമസ്ത തീരുമാനിച്ചാൽ സമസ്തക്കത് സാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാ ഈ ക്യാമ്പിയുടെ സമാപനം കുറിക്കാൻ പോകുന്നത്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. എത്ര ആളുകളെയും സംഘടിപ്പിക്കാൻ കഴിയും? 33,000 ആളുകൾക്ക് ഇത്രത്തോളം വ്യവസ്ഥാപിതമായ രീതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്ര സംവിധാനമാണിത്. 33,000 ആളുകൾ വെറുതെ ഇങ്ങോട്ട് കയറി വരികയല്ലേ ചെയ്തത്. 33,000 ആളുകളെയും പ്രീ ക്യാമ്പ് നടത്തി ഇതുപോലെ 33,000 ആളുകളും 2 മണിക്കൂറോളം ക്യാമ്പിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇവിടെ ഈ ക്യാമ്പിൽ പങ്കെടുത്തിരിക്കുന്നത്. ലോക ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനൊരു ക്യാമ്പ് നടക്കുന്നതിന് മുമ്പ് അത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രീ ക്യാമ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതും സമസ്തക്ക് മാത്രം സാധ്യമായ കാര്യമാണെന്ന് നമുക്കിപ്പോൾ പറയേണ്ടിയിരിക്കുകയാണ്. പ്രീ ക്യാമ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു പ്രീ ക്യാമ്പ് ആയിട്ടല്ല പ്രീ ക്യാമ്പ് നടന്നത്. എന്തായിരുന്നു നമ്മുടെ ക്യാമ്പെന്നും ആ ക്യാമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായി സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രതിനിധികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രീ ക്യാമ്പായിരുന്നു നടത്തിയത്. മാത്രമല്ല ഒരു പ്രീ ക്യാമ്പിൽ അവസാനിച്ചില്ല. ക്യാമ്പിലേക്ക് വരുന്നതിന് മുമ്പ് 33,313 ആളുകളോട് പറഞ്ഞു നിങ്ങൾ 5 ടാസ്ക് ചെയ്ത് കൊണ്ടുവരണമെന്ന്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ആ 5 ടാസ്കുകൾ നമ്മുടെ പ്രിയപ്പെട്ട ക്യാമ്പ് പ്രതിനിധികൾ ഏറ്റെടുത്തു. ഒരു ചരിത്ര സംഭവമായി 5 ടാസ്കുകൾ, 33,313 കരുണകൾ, 1 ഡെലിഗേറ്റ് 1 കിറ്റ് എന്നൊരാശയമായിരുന്നു നമ്മൾ ആദ്യമായി കൊണ്ട് നമ്മുടെ ക്യാമ്പ് പ്രതിനിധികൾക്ക് നൽകിയത്. ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് ഒരു കിറ്റ് നൽകണമെന്ന്, ഒരു കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വീട് വരെ കൊടുത്തവർ അൽഹംദുലില്ലാ നമ്മളെ ക്യാമ്പ് പ്രതിനിധികൾക്കിടയിലുണ്ട്. 1 ലക്ഷം കൊടുത്തവരുണ്ട്, ഒരു കുടുംബത്തെ തന്നെ ഏറ്റെടുത്തവരുണ്ട്. അടുത്തത് പ്രഖ്യാപിച്ചു 33,313 കെയർ എന്ന് പറയുന്നവരുടെ ഒരു രണ്ടാമത്തെ ടാസ്ക്, അതും വലിയ സംഭവമായിട്ട് മാറി. അടുത്ത 33,313 ഇഖ്റ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സംരംഭത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി കൂടി നമ്മൾ അവതരിപ്പിച്ചപ്പോൾ അൽഹംദുലില്ലാ 1 ഡെലിഗേറ്റ് 1 ബുക്ക് എന്നാണ് പറഞ്ഞത്. ഒരു പ്രതിനിധി ഒരു ബുക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ബുക്കല്ല, ഒരു കുട്ടിയെ തന്നെ ഏറ്റെടുക്കാൻ, ഒരു കുട്ടിയെ തന്നെ ഏറ്റെടുക്കാൻ അൽഹംദുലില്ലാ തയ്യാറായി. ഒരു കുട്ടി എന്നല്ല, +2 കഴിഞ്ഞ 2 കുട്ടികളെ ഒരു പ്രതിനിധി ഏറ്റെടുത്തിട്ട് പറഞ്ഞു ലക്ഷങ്ങൾ ചെലവഴിച്ചാലും ശരി ആ കുട്ടികൾ എത്ര പഠിക്കുന്നുവോ അതൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന്. എത്ര ആളുകളാണ് അങ്ങനെ ഏറ്റെടുത്തത്? കേവലം ഒരു സംഘമായിട്ടല്ല ഈ ക്യാമ്പിലേക്ക് ആളുകൾ വന്നിട്ടുള്ളത്. അടുത്തത് പ്രഖ്യാപിച്ചു 33,313 മസ്ലഹ, സാമൂഹ്യമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നത്. ഇവിടെ വരുന്ന പ്രതിനിധികൾ ആരെങ്കിലുമായി കൊണ്ട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിണക്കം അവസാനിച്ച് സ്നേഹത്തോടു കൂടിയായിരിക്കണം ക്യാമ്പിൽ വരേണ്ടത്. അങ്ങനെ ആർക്കും പിണക്കമൊന്നുമില്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലോ കുടുംബത്തിലോ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് മസ്ലഹത്താക്കിക്കൊണ്ട് അങ്ങനെ 33,313 മസ്ലഹകൾ നടന്നുകൊണ്ടായിരിക്കണം ഇവിടെ വരേണ്ടത്. അൽഹംദുലില്ലാ അതും ഭംഗിയായി നടന്നു. അടുത്തത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 33,313 അടുത്തൊരു പദ്ധതി നമ്മൾ പ്രഖ്യാപിച്ചു. എന്തായിരുന്നു ആ പദ്ധതി? 33,313 ഗ്രീൻ എന്ന് പറയുന്നൊരു സംവിധാനമായിരുന്നു. ക്യാമ്പിൽ വരുന്നവരൊക്കെ ഒരു മരം നട്ടുകൊണ്ടുവരണം. അവിടെ നമ്മൾ പറഞ്ഞു നിങ്ങളെ വീട്ടിലല്ല നടേണ്ടത്, അപ്പുറത്തുള്ള വീട്ടിൽ അയൽവാസിയുടെ വീട്ടിൽ ഒരു മരം നട്ടു കൊടുക്കണം. മരം നട്ടു കൊടുത്താൽ മാത്രം പോരാ, ആ മരം വളർന്ന് പന്തലിച്ചുകൊണ്ട് ഫലമുണ്ടാകുന്നത് വരെ നിങ്ങൾ നനച്ചു കൊടുക്കണം, അവരെ സഹായിച്ചു കൊടുക്കണം. അങ്ങനെ അവിടെ സൗകര്യമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ അതും ഏറ്റെടുത്തു. അങ്ങനെ 5 ടാസ്കുകൾ കഴിഞ്ഞിട്ടാണ് പലരും ഇവിടെ വന്നിട്ടുള്ളത്. പലരും പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇവിടുന്ന് പോയ ശേഷമാണ് ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ വരെ ഇവിടുന്ന് ഒരു സഹോദരൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാനും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബത്തെ ഏറ്റെടുക്കാൻ പോകുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ. ഇന്നൊരു സഹോദരൻ തൃശ്ശൂർ ജില്ലയിലെ ഉമ്മറാജി എന്ന് പറയുന്നൊരു സഹോദരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദേ ഈ ക്യാമ്പ് എനിക്ക് വല്ലാത്ത താല്പര്യമായി, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഇവിടെ വരുന്നതിൻ്റെ മുമ്പും ഇപ്പോഴും പാവങ്ങളെ സഹായിക്കണം, പരിസ്ഥിതിയെ സംരക്ഷിക്കണം, സാമൂഹ്യ നന്മകൾ നടക്കണം, മറ്റുള്ള കാര്യങ്ങൾ നടക്കണം എന്ന ചിന്തയിലേക്ക് ആശയത്തിലേക്ക്
അവരെ എത്തിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. അൽഹംദുലില്ലാ. മാത്രമല്ല ക്യാമ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രീ ക്യാമ്പിലുണ്ടാകുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുപോലും വിട്ടുപോകാതെ പലരും ഈ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചു, അങ്ങനെയൊക്കെ നടക്കുമോ? ഈ പ്രൊമോ വീഡിയോയിലുള്ളതുപോലുള്ളൊരു പന്തലവിടെ ഉണ്ടാകുമോ? 11,000 ആളുകൾ ഉൾക്കൊള്ളുന്നൊരു പന്തൽ, ഒരു തൂണ് പോലും അതിൻ്റെ മധ്യങ്ങളില്ലാതെ അങ്ങനത്തെ ഒരു പന്തലുണ്ടാകുമോ? അങ്ങനത്തെ സംവിധാനം ഉണ്ടാകുമോ? ക്ലസ്റ്ററായി തിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ക്ലസ്റ്റർ സിസ്റ്റമൊക്കെ നടപ്പിലാക്കാൻ കഴിയുമോ? ഈ 33,000 ചെയറുകൾ എങ്ങനെയാണ് നിസ്കാര സമയത്ത് മാറ്റിവെക്കുക? അതൊക്കെ സാധ്യമാകുമോ എന്നിങ്ങനെ ആശങ്കകൾ ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാ അതൊക്കെ ഇവിടെ കൃത്യമായി തന്നെ ഒന്നുപോലും തെറ്റാതെ, ഇപ്പോൾ കണ്ടോ നിങ്ങൾ, നിസ്കാരം കഴിഞ്ഞു, എത്ര പെട്ടെന്നാണ് നടന്നത്. സുന്ദരമായി ആ പ്രൊമോ വീഡിയോയിൽ കാണിച്ച കാര്യങ്ങൾ ഓരോന്ന് കൃത്യമായി ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിരിക്കും, 2 ഭാഗങ്ങളിൽ ക്വിക്ക് രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടായി. എന്തായിരുന്നു ആ കൗണ്ടറിൻ്റെ പ്രത്യേകത? സാധാരണ ക്യാമ്പിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ക്യാമ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാകും. ആകെ 1000 പേര് പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണെങ്കിൽ പോലും അവിടെ വന്ന് അവരെങ്ങനെ കൂടി നിൽക്കുന്ന സംവിധാനമായിരിക്കും. പക്ഷേ 33,313 ആളുകൾ പങ്കെടുക്കുമ്പോൾ ആ 33,313 ആളുകൾ ഒരുമിച്ച് കയറി വരുമ്പോൾ അവിടെ ഒരു ക്യൂ സിസ്റ്റം ഉണ്ടായിട്ടില്ല. ഒരാൾ പോലും ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. കയറി വരുന്നു, പെട്ടെന്ന് കയറിപ്പോകുന്നു, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. നിങ്ങളറിയണം, ഇതാരാണ് ഇതൊക്കെ ചെയ്യുന്നത്? മുത്തഅല്ലിമീങ്ങൾ, സമസ്തയുടെ കീഴിലുള്ള ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ. പലരും മനസ്സിലാക്കി ദർസിലെ കുട്ടികൾക്കൊന്നും ഇതിനൊരിക്കടിയില്ല. ഇത് ചിലർക്ക് മാത്രമേ സാധ്യമാകുള്ളൂ. ചിലരൊന്നും ഇല്ല എങ്കിൽ ഇതൊന്നും നടക്കില്ല. ഒരു കാര്യം പറയാം, സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ ആരും മാറി നിന്നാലും അതൊക്കെ നടപ്പിലാക്കാൻ അള്ളാഹു ഒരു സമൂഹത്തെ ഏറ്റെടുക്കും. അതാണ് ഇത് ഈ ക്യാമ്പിലൂടെ തെളിയിക്കുന്നത്. മുത്തഅല്ലിമീങ്ങൾ എല്ലാവരും ഇങ്ങനെ അവജ്ഞയോടെ കാണുന്ന, ലോകം തിരിയാത്തവരാണ്, ഒന്നിനും പറ്റാത്തവരാണ് എന്ന് പറയുന്ന മുത്തഅല്ലിമീങ്ങളാണ് അൽഹംദുലില്ലാ ഈ ക്വിക്ക് രജിസ്ട്രേഷൻ കൗണ്ടർ പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഓരോ ജില്ലക്കും ഒരു CMA ക്യാമ്പ് മോണിറ്ററിംഗ് ഓഫീസർ എന്ന് പറയുന്ന സംവിധാനത്തെ ഉണ്ടാക്കി വളരെ ഭംഗിയായിക്കൊണ്ട് അൽഹംദുലില്ലാ ഇതൊക്കെ പൂർത്തീകരിക്കപ്പെട്ടത്. വളരെ ഭംഗിയായി എന്ന് പറഞ്ഞാൽ ഞാനിത് കേവലം ഒരു ആലങ്കാരിക വാക്കായിക്കൊണ്ടല്ല പറഞ്ഞത്. വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ വന്ന ഒരാൾക്ക് പോലും ക്യൂ നിന്നുകൊണ്ട് പ്രയാസപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇവിടെ വന്നിരുന്നതിന് ശേഷം ആവശ്യഘട്ടങ്ങളൊക്കെ അവർ ഹാജരെടുക്കുന്നു. എങ്ങനെയാണ് ഹാജരെടുക്കുന്നത്? ഒരു പേന ഉപയോഗിക്കുന്നില്ല, ഒരു കടലാസ് ഉപയോഗിക്കുന്നില്ല, പിന്നെയോ സ്കാൻ ചെയ്യുന്നു. ഇത്രയും ആളുകൾ ഇരിക്കുമ്പോൾ നെറ്റ് ജാമാകൂലേ? നെറ്റ് ജാമാണ്. വൈഫൈ കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്ലാൻ ബി നടപ്പിലാക്കി. നെറ്റുണ്ടെങ്കിൽ ആ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക, നെറ്റില്ലെങ്കിലോ പ്ലാൻ ബി ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. അൽഹംദുലില്ലാ അതും വളരെ ഭംഗിയായിക്കൊണ്ട് ഇവിടെ വിജയിച്ചു. അങ്ങനെ എന്തൊക്കെ തീരുമാനങ്ങളെടുത്തോ അതൊക്കെ അഭിമന്യരായ ഉസ്താദുമാർ നിർദ്ദേശപ്രകാരം, അവരുടെയൊക്കെ അഭിപ്രായപ്രകാരം അവരെങ്ങനെയാണോ ആഗ്രഹിച്ചതെങ്കിൽ അതുപോലെ ഭംഗിയായി നടന്നു. അൽഹംദുലില്ലാ 4 ദിവസം 5 ദിവസം പിന്നിട്ടിപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഔദ്യോഗികമായിട്ട് തുടങ്ങിയത്. ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ ഇവിടെ ആളുകൾ വന്നു, എങ്കിലും ബുധനാഴ്ചയാണ് ഔദ്യോഗികമായി തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരെ പറയത്തക്കൊരു പ്രയാസവുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ വളരെ ഭംഗിയായി നടന്നു. ഓരോരുത്തരും ഇരിക്കേണ്ട ഇടം എവിടെയാണ് അത് നമ്മൾ ആദ്യമായി കൊണ്ട് അറിയിച്ചു കൊടുത്തു. അവരെ ബാഡിൽ തന്നെ അവരെ പേര് കാണിച്ചു കൊടുത്തു, ഫോട്ടോ കൊടുത്തു. 33,313 ആളുകൾക്കും സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട്, സ്വന്തം പേരെഴുതിക്കൊണ്ട്, സ്വന്തം ഫോൺ നമ്പർ എഴുതിക്കൊണ്ട്, സ്വന്തം ജില്ല എഴുതിക്കൊണ്ട്, ജില്ലയിലെ ക്ലസ്റ്റർ എഴുതിക്കൊണ്ട്, ക്ലസ്റ്ററിൽ തന്നെ ഏത് ചെയറിലിരിക്കണമോ അവിടെയും ഒരു തിരക്കുണ്ടാവാതിരിക്കാൻ വേണ്ടി ആ ചെയറിൻ്റെ നമ്പർ പോലും ബാഡ്ജിൽ രേഖപ്പെടുത്തി ആ ബാഡ്ജ് മുഴുവൻ മുൻകൂട്ടി കൊടുത്തുകൊണ്ടാണ് അൽഹംദുലില്ലാ ഈ ക്യാമ്പിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നത്. അങ്ങനെ ഒരു സംവിധാനം ലോക ചരിത്രത്തിൽ ആദ്യമാണ്, ഒരു സംശയവുമില്ല. ക്യാമ്പിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇത്രയും ആളുകൾക്ക് അവരുടെ ബാഡ്ജുകൾ അവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഭംഗിയായി നിർവഹിച്ച ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് അത് ചരിത്രത്തിൽ ആദ്യമാണ്. അൽഹംദുലില്ലാ ഇങ്ങനെല്ലാം ഭംഗിയായി നടന്നു, ഒരു പ്രയാസമില്ലാതെ. ഇത്രയും ആളുകൾ നോക്കൂ നിങ്ങൾ, ഓരോ ഭാഗത്തേക്ക്, ഇടത്തേട്ട് ഭാഗത്തേക്ക് നോക്കൂ നിങ്ങൾ, വലതു ഭാഗത്തേക്ക് നോക്കൂ നിങ്ങൾ. എത്ര ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്? ഒരാൾക്കൊരു പ്രയാസമുണ്ടായിട്ടില്ല. കിടക്കുന്നിടത്ത് പ്രയാസമുണ്ടായിട്ടില്ല, ഇരിക്കുന്നിടത്ത് പ്രയാസമുണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ പലരും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ഒരു ദിവസം കൊണ്ട് നീട്ടാൻ കഴിയുമോ? ഞങ്ങളിപ്പോൾ ഒരു കുടുംബം പോലെയായിപ്പോയി, ഞങ്ങൾക്കിപ്പോൾ പിരിയാൻ കഴിയുന്നില്ല.
ഞങ്ങൾക്ക് പരസ്പരം പിരിയാൻ കഴിയുന്നില്ല, ഞങ്ങളൊരു കുടുംബത്തിനെ പോലെ ആയിരിക്കുന്നു, ഞങ്ങൾക്കിനി പിരിയാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ഇവിടുത്തെ ഓരോരുത്തരും ഓരോ അംഗങ്ങളുടെ കണ്ണിലൂടെ വെള്ളമൊഴുകുന്നു. എത്ര ആളുകളാണ് പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തെ പോലെ, ഒരു ആത്മീയ ബന്ധമുണ്ടാക്കിയെടുത്ത്, ഒരു ആത്മീയ സുഹൃത്തുക്കളെ പോലെ അൽഹംദുലില്ലാഹ് കഴിഞ്ഞുകൂടി. അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു ഇത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ വിജയിച്ചതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത് അഭിമന്യരായ ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവുമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കന്മാരുടെ കുരുത്തവും പൊരുത്തവും നമ്മൾ ഉറപ്പിച്ച് പറയുന്നു. അദബിൽ ജീവിച്ചു കഴിഞ്ഞാൽ, കുരുത്തവും പൊരുത്തവും ഉണ്ടെങ്കിൽ അസാധ്യമായ ഏത് കാര്യങ്ങളും അത് സാധ്യമാക്കാൻ കഴിയും. അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല, വിവരമുണ്ടായതുകൊണ്ട് കാര്യമില്ല. അറിവിനേക്കാൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് അദബാണ്. അതുമുണ്ടെങ്കിൽ ഏതും നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഇതിനു വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഇബ്രാഹിം ഹാജി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഈ ക്യാമ്പ് ഇങ്ങനെ ആവുന്നതിൽ വലിയ പങ്കുവഹിച്ചവരാണ് ക്യാമ്പ് സമിതി, ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് ചെയർമാനും സമസ്ത കേന്ദ്ര മുഷാവറംഗം CK ഉസ്താദ് CK അബ്ദുറഹ്മാൻ ഫൈസി ഒരു ദർസ് നടത്തുന്ന വലിയ മുദരിസാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയങ്ങളൊക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ക്യാമ്പ് സമിതിയിലെ ഓരോ അംഗങ്ങളും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഇത് വിജയിച്ചത്. പിന്നീട് ഈ സംവിധാനങ്ങൾ ഈ ചിട്ടയിലാകുന്നതിന് വേണ്ടി നമ്മളൊരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. ഇവിടെ ഇതൊക്കെ നിയന്ത്രിക്കാൻ ഓരോ പവലിയനുകൾക്കും PN എന്ന് പറയുന്ന പവലിയൻ നാവിഗേറ്റർ ഉണ്ടായിരുന്നു. അവരെ സഹായിക്കാൻ വേണ്ടി SPN ഉണ്ടായിരുന്നു. അവരെ സഹായിക്കാൻ വേണ്ടി 10 ക്ലസ്റ്ററുകൾ കൂടുമ്പോൾ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന CN ഉണ്ടായിരുന്നു. അതോടൊപ്പം ഓരോ ക്ലസ്റ്ററുകൾക്കും ഒരു CF ഉണ്ടായിരുന്നു. അവരെ സഹായിക്കാൻ SFG ഉണ്ടായിരുന്നു, SFD ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് തന്നെ അതിൻ്റെ താഴെയായിക്കൊണ്ട് നാസിഹ്യങ്ങളെ കൂട്ടത്തിലൊരു ആക്റ്റീവ് ടീം ഉണ്ടായിരുന്നു, NAT എന്ന് പറയുന്ന. ഇങ്ങനെ ഒരു തലയിൽ നിന്ന് അങ്ങോട്ട് പിടിച്ചാൽ താഴേ തട്ട് വരെ മുറിയാതെ പോകുന്ന ഒരു ചെയിൻ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിലൂടെയാണ് ഇത്ര വലിയ സമൂഹം ഇവിടെ വന്നപ്പോഴും ഒരു പ്രയാസമില്ലാതെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അവരുടെയൊക്കെ സഹകരണങ്ങൾ. അതോടൊപ്പം തന്നെ ഈ സംവിധാനം ഇങ്ങനെ ഒരുക്കിയ ഈ ഗ്രീൻ എന്ന് പറയുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് അവരെടുത്തു പറയേണ്ടതാണ്. അവരെന്ത് കാര്യം പറഞ്ഞാലും, നമ്മളെന്ത് ചോദിച്ചാലും അതിൻ്റെ നമ്മളെ കൂടെ നിന്നവരാണവർ. അതോടൊപ്പം തന്നെ ഇത്രയും ഭംഗിയായി ഇത് നടപ്പിലാക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ചവരാണ് നമ്മുടെ വിക്കായയും തൊലബയും. അവർക്ക് ഈ പരിപാടി കാണാൻ കഴിഞ്ഞിട്ടില്ല, പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പരിപാടി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ദുആക്ക് പോലും ആമീൻ പറയാൻ കഴിഞ്ഞിട്ടില്ല. അവരോടി നടക്കുകയാണ്. അവർക്ക് ഭക്ഷണമില്ലാതെ, അവർക്ക് വെള്ളമില്ലാതെ, ഉറക്കമില്ലാതെ ഓടി നടക്കുന്ന നമ്മുടെ വിക്കായ ടീം, അള്ളാഹു തലബയുടെ ടീം, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ മീഡിയ ടീം, ഇതൊക്കെ ഒപ്പിയെടുത്ത് കൃത്യമായി സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുത്ത മീഡിയ ടീം, ഇങ്ങനെ ഓരോ ടീമുകൾ. അതോടൊപ്പം ഇവിടുത്തെ ഒരുപാട് സമസ്തയുടെ നേതൃത്വത്തിലുള്ള സ്വാഗത സംഘത്തിൻ്റെയുള്ള ഒരുപാട് സമിതികൾ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് സമിതികൾ. ഓരോ സമിതികളും അവരേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ, വെള്ളത്തിന് വേണ്ടി വെള്ളം, ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണം, അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി അവരൊക്കെ നിർവഹിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ഭംഗിയായി പോയത്. ഇവിടെ പ്രോഗ്രാം തന്നെ, ആ പ്രോഗ്രാം സമിതിയും ഇവിടെ ഏൽപ്പിക്കപ്പെട്ട സൗണ്ടും, അതോടൊപ്പം തന്നെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവർ ഒരു നിമിഷം പോലും തെറ്റാതെ കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് അവരും നിർവഹിച്ചതുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ഇതൊക്കെ നാളത്തേക്കുള്ള വലിയ അമലാക്കി കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അള്ളാഹ് ഈ ക്യാമ്പ് അവസാനിക്കുന്നില്ല, ഈ ക്യാമ്പ് തുടരുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അഭിമന്യരായ ഉസ്താദുമാരുടെയൊക്കെ സമ്മതത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ യോഗം കൂടിയപ്പോൾ ഇവിടുത്തെ CFും SFGയും SFD എന്ന് മാത്രമല്ല ഓരോ പ്രവർത്തകരും പറഞ്ഞത് ഈ ക്യാമ്പിന് തുടർച്ചയുണ്ടാകണമെന്നാണ്. പ്രീ ക്യാമ്പ് പോലെ ഇൻഷാ അല്ലാഹ് ആഫ്റ്റർ ക്യാമ്പും ഉസ്താദുമാരെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇതേപോലെ മറ്റൊരു രീതിയിൽ സംവിധാനത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ആഫ്റ്റർ ക്യാമ്പിനെ കുറിച്ച് നമുക്ക് അതിന് പ്രത്യേക പേരൊക്കെ ഇട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. സമസ്തയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ആവുന്നതൊക്കെ നമുക്ക് ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവരോടും, ഇതിൻ്റെ സംവിധാനത്തിന് നേതൃത്വം കൊടുത്ത ഓരോരുത്തരോടും ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിലിട്ടുണ്ടായിട്ടുണ്ട്. ഒരുപാട് പേരുടെ വലിയ ത്യാഗമുണ്ടായിട്ടുണ്ട്. മാസങ്ങളോളമായി ഉറങ്ങാതെ ഇരുന്ന് പ്രവർത്തിച്ചവരുണ്ട്. ഈ കാണുന്ന 33,000 ആളുകളെയും നേരിട്ട് വിളിച്ചുകൊണ്ടാണ് കൺഫേം ആക്കിയിട്ടുള്ളത്. ഇത് ചെറിയൊരു വിഷയമല്ല. 33,000 ആളുകളെയും വിളിച്ചു,
കൺഫേമാക്കി. 36,000-ത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ നിന്ന് 3,000-ത്തിലധികം ആളുകളെ രജിസ്റ്റർ ചെയ്ത ആളുകളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് പല കാരണങ്ങളെ കൊണ്ട്. അങ്ങനെ വിളിച്ചന്വേഷിച്ച് കൺഫേം ആക്കിയിട്ടാണ് ഇവിടെ 33,000 ആളുകൾ വന്നിട്ടുള്ളത്. ചെറിയൊരു പ്രവർത്തനമല്ല, 3 മാസത്തെ ഉറക്കമൊഴിച്ചുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. അള്ളാഹു ആരൊക്കെയാണോ പ്രവർത്തിച്ചെങ്കിൽ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിനുവേണ്ടി ഗിഫ്റ്റ് നൽകിയ ഒരുപാട് ആളുകളുണ്ട്, ഇതിനുവേണ്ടി ബാഗ് നൽകിയ ആളുകളുണ്ട്, കോട്ട് നൽകിയ ആളുകളുണ്ട്, ഇവിടെ ഈത്തപ്പഴം നൽകിയ ആളുകളുണ്ട്, അത്തർ നൽകിയ ആളുകളുണ്ട്, ചെരുപ്പിടാൻ കവർ നൽകിയ ആളുകളുണ്ട്, അണ്ടിപ്പരിപ്പ് നൽകിയ ആളുകളുണ്ട്, മറ്റു നട്സുകൾ നൽകിയ ആളുകളുണ്ട്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ, കൈകാകാൻ വേണ്ടി ഗണ്ണുള്ള കുപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് നൽകിയവരുണ്ട്. ഇങ്ങനെ ആവശ്യമായ കാര്യങ്ങൾ ബോക്സ് നൽകിയവരുണ്ട്. എല്ലാം ഏറ്റെടുത്ത് സഹായിച്ചവരുണ്ട്. അതൊക്കെ ബാംഗ്ലൂരിൽ നിന്നിട്ട് എത്തിക്കാൻ മിസ്ബാഹിയെ പോലുള്ള ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.